മോർണിംഗ് പ്രൈം ടൈമിലേക്ക് വീണ്ടും. കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ബിജെപി പ്രഖ്യാപിച്ചു. ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന പത്തനംതിട്ട സീറ്റാകട്ടെ ഒഴിച്ചിടുകയും ചെയ്തു. ശക്തനായ സ്ഥാനാർത്ഥി വരുമെന്നാണ് ബിജെപി നേതാക്കൾ നൽകുന്ന വിശദീകരണം. ശബരിമല സ്ത്രീ പ്രവേശന വിവാദം ഏറ്റവും കൂടുതൽ വോട്ടാകാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എം.ടി. രമേശ്, കെ. സുരേന്ദ്രൻ എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത്. അതേസമയം പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി വരുമെന്ന സൂചനയും ശക്തമാകുന്നുണ്ട്. ആരായിരിക്കും പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. ആരാകും പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി? പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. കണ്ണൂരിൽ നിന്ന് ഹാഷിം എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ഹാഷിം, എന്ത് തോന്നുന്നു? പത്തനംതിട്ടയിൽ ആരാകും സ്ഥാനാർത്ഥി ബിജെപിയുടെ? പത്തനംതിട്ടയിൽ ആര് തന്നെ സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാലും, ബിജെപിയുടെ സ്ഥാനാർത്ഥി ആര് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടുത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഇവർക്കുണ്ടായ ഈ ഹിഡൻ അജണ്ട ഏതാണ്ട് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവരെടുക്കുന്ന നിലപാടും അതുപോലെ എതിർവശത്ത് CPM എടുത്ത നിലപാടും ഒക്കെ അവിടുത്തെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അവിടെ ഒരു ശബരിമല വിഷയത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് UDF-ന് കോൺഗ്രസിന് തന്നെയാണെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ആര് തന്നെ, സുരേന്ദ്രനല്ല ശ്രീധരൻപിള്ളയല്ല, ഇനി ആര് തന്നെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാലും അവിടെ ജയിച്ചു കയറാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ബിജെപിയുടെ എല്ലാ രാഷ്ട്രീയ ഗെയിമുകളും ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് രാഷ്ട്രീയ കേരളത്തിൽ ഇലക്ഷന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ശരി, നന്ദി ഹാഷിം. കണ്ണൂരിൽ നിന്ന് പ്രേമൻ എന്ന പ്രശ്നം ചേരുന്നു. പ്രേമൻ, എന്ത് തോന്നുന്നു? ബിജെപി സ്ഥാനാർത്ഥി ആരായിരിക്കും പത്തനംതിട്ടയിൽ? ബിജെപി ശക്തമായ ഒരു നേതാവിനെ അവിടെ നിർത്തും, അത് ഉറപ്പാണ്. ശബരിമല പ്രശ്നം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ബിജെപി നേതാവ് ശക്തമായ ഒരാളെ നിർത്തും. അത് ഇന്നയാളെന്ന് പറയുമ്പോഴല്ലോ, നിങ്ങൾ പൊതുവായ ഒരു നേതാവായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയിൽ ഇല്ല ആളായിരിക്കും. പക്ഷേ ശക്തമായ നേതാവായിരിക്കും. ഇപ്പം തന്നെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും പറയാനല്ല, പാർട്ടി ഓഫീസെല്ലാം പീഡനം കേസിൽ പെട്ടുകൊണ്ടിരിക്കുന്നല്ലേ. പിന്നെ അവർക്ക് അവർ മുമ്പിലെ തുടങ്ങിയിട്ട് എന്ത് വേണം, അവരെ ഇപ്പൊ അവസാനം ഒരു ഇത് പോയില്ലേ. അതുപോലെ തന്നെ ഓരോ ചാൻസും ഇനി വന്നുകൊണ്ടിരിക്കും അവർക്ക്. അവരൊക്കെ കഷ്ടകാലം തുടങ്ങി, ബിജെപിക്ക് നല്ല കാലം തുടങ്ങി. ഇത് എനിക്ക് പറയാൻ. ശരി, നന്ദി പ്രേമൻ. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ ചേരുന്നു. വിഷ്ണു, ഏറ്റവും ഒടുവിൽ 3 പേരിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒന്ന് എം.ടി. രമേശ്, കെ. സുരേന്ദ്രൻ, പിന്നെ സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള. ഇതിൽ ആരായിരിക്കും ബിജെപി സ്ഥാനാർത്ഥി? അതോ ഇവർ 3 പേരുമല്ലാതെ മറ്റൊരാളെ, ഒരു സർപ്രൈസ് ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുമോ ബിജെപി കൊണ്ടുവരുന്നത്? എന്ത് തോന്നുന്നു? സുരേന്ദ്രനായിരിക്കും വരുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സ്പോർട്സിന്റെ ന്യൂസ് പറഞ്ഞു വെച്ചതല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വേൾഡ് ക്രിക്കറ്റ് വരാൻ നേരത്ത് അമേരിക്കൻ ക്രിക്കറ്റ് ടീമിൽ ആരെ സെലക്ട് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ കണക്കിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പൊ വേൾഡ് ഫുട്ബോൾ വരുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേട്ടോ, നമ്മൾ വേൾഡ് കപ്പ് ജയിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പ് അടുത്ത വേൾഡ് കപ്പ് ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യുമായിരിക്കും. പക്ഷേ അതിനകത്ത് ഇന്ത്യൻ ടീമിന് സെലക്ട് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേ കണക്കുള്ള ചോദ്യത്തിന്റെ പ്രസക്തിയേ ഉള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യമില്ല. ഹൂവർ ഇറ്റ് ഈസ് തേർഡ് പ്ലേസിനകത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. ശരി, നന്ദി വിഷ്ണു. കരമനയിൽ നിന്ന് ജലീൽ എന്ന പ്രശ്നമായിരുന്നു. ജലീൽ, പറഞ്ഞോളൂ, എന്താണ് തോന്നുന്നത്? ബിജെപി സ്ഥാനാർത്ഥി ആരായിരിക്കും പത്തനംതിട്ടയിൽ? കേരളത്തില് 20 പാർലമെന്റ് മണ്ഡലമുണ്ട്. 20 പാർലമെന്റില് ഈ സ്ഥാനാർത്ഥി BJP നിർണയിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടത്തെ LDF-ന്റെയും UDF-ന്റെയും ആൾക്കാർ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. ഇപ്പൊ പത്തനംതിട്ടയ്ക്ക് ഒരു പ്രത്യേകത, പത്തനംതിട്ട മണ്ഡലത്തിന് പ്രത്യേകതയൊന്നുമില്ല. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് പത്തനംതിട്ടയ്ക്ക് ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്നു എങ്കിൽ അവര് വിഡ്ഢികളുടെ ലോകത്താണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. അവിടെ ഏത് സ്ഥാനാർത്ഥി നിന്നിരുന്നാലും ശരി, BJPക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയാണ് ഇപ്പം ആ മണ്ഡലത്തിലുള്ളത്. നമുക്കിപ്പോ കഴിഞ്ഞ ബൈ ഇലക്ഷനൊക്കെ തന്നെ അവിടെ ജയിച്ച സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും അവിടെ BJP ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. പിന്നെ പ്രത്യേക ഒരു പത്തനംതിട്ട എന്നുള്ള മണ്ഡലത്തെ എങ്ങനെ കാണിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഒരിക്കലും ആ BJPക്ക് വേണ്ടി അവിടെ പത്തനംതിട്ടയിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങള്, ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആ വിശ്വാസത്തിൽ ആരാണ് കരിവാരി തേച്ചത് എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യും. പത്തനംതിട്ട ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്.
ശരി, ശാന്തൻപാറയിൽ നിന്ന് ബിജു എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ബിജു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശബരിമല വിഷയം അടക്കം മുൻനിർത്തി പരമാവധി വോട്ടുകൾ പിടിക്കാം പത്തനംതിട്ടയിൽ എന്നാണ് BJP ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തക്ക ഒരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും പത്തനംതിട്ടയിൽ ഇറക്കുകയും ചെയ്യുക. അത് ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രനിൽ തന്നെ എത്തിച്ചേരുമെന്നാണോ കരുതുന്നത്? അല്ല, പത്തനംതിട്ട എന്ന് പറയുന്ന ലോകസഭാ മണ്ഡലം ഈ കേരളത്തിലുള്ള 20 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ്. അപ്പൊ അതിനകത്ത് ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ട ആവശ്യമില്ല. പത്തനംതിട്ട ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചാനലുകളും മറ്റും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ചാനലിൽ ഇതുപോലൊരു ചോദ്യം വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്തനംതിട്ട പന്തളം ആ മേഖലകളിലൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് അവിടെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 7 വോട്ടാണ്. പത്തനംതിട്ട ഇനി നരേന്ദ്രമോദി വന്നു നിന്നെന്ന് പറഞ്ഞാലും അവിടെ LDFന്റെ ഉറച്ച സീറ്റാകും. ആ LDFന്റെ സ്ഥാനാർത്ഥി വീണ ജോർജ് അവിടെ വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ബിജു. പ്രതികരിച്ചതിന് മണ്ണാർക്കാട് നിന്ന് സുരേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സുരേഷ്, കാര്യമായ നേട്ടം ഇനി അവിടെ ഏത് സ്ഥാനാർത്ഥിയെയും വലിയ നേട്ടം BJPക്ക് പത്തനംതിട്ടയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഒരു പൊതു അഭിപ്രായമാണ് ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നത്. എന്താണ് തോന്നുന്നത്? അവിടെ കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ പരമാവധി വോട്ടുകൾ പിടിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നതും. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നു? പത്തനംതിട്ടയെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി അല്ല വിഷയം. കേരളത്തിലെ NDA അല്ലെങ്കിൽ BJPക്ക് സ്ഥാനാർത്ഥികൾക്കല്ല. NDA എന്ന ദേശീയ പ്രസ്ഥാനത്തിനാണ് വിജയം. ശബരിമല വിഷയം അത് നല്ലൊരു വോളഞ്ഞാക്ക് ഉണ്ടാക്കാൻ കഴിയും ചെയ്യും. BJPയിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. അവിടെ ആര് സ്ഥാനാർത്ഥിയായിക്കോട്ടെ, കേരളത്തിലെ ആര് സ്ഥാനാർത്ഥിയായിക്കോട്ടെ, ശബരിമല വിഷയം ഞങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയും ചെയ്യും. അതിൽ ഞങ്ങൾ നല്ല വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് കഴിയും ചെയ്യും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശരി, നന്ദി സുരേഷ്. പ്രതികരിച്ചതിന് ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശിവദാസൻ, എന്ത് കരുതുന്നു? പത്തനംതിട്ടയിൽ ആരാകും BJP സ്ഥാനാർത്ഥി? പത്തനംതിട്ടയിൽ ശക്തനായ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഇപ്പം ശക്തനായ സ്ഥാനാർത്ഥിയും BJP പാർട്ടിയിൽ അധ്വാനിക്കുന്ന ഒരു നേതാവുമാണ് സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ അതുപോലെ തന്നെ സുരേന്ദ്രൻ അതുപോലെ തന്നെ രണ്ടും തന്നെയാണ് ജോലി ചെയ്യുന്നവർ പാർട്ടിക്ക് വേണ്ടി. അത് വ്യക്തമായി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പത്തനംതിട്ടയില് ഈ വേറെ വിചാരിക്കരുത്, ജാതിപരമായി നോക്കുമ്പോൾ ഈ സുരേന്ദ്രൻ എന്നൊരാള് അവർ നായർ കമ്മ്യൂണിറ്റി അങ്ങോട്ടുള്ള ഒരാളിനെയാണ് അവർ നിശ്ചയിക്കുന്നത്. ഇത് പൊളിറ്റിക് പരമായി അവർ ചിന്തിക്കുന്ന കാര്യം. സോ ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഈഴ കാസ്റ്റാണ്, SNDPയുടെ ആളാണ്. അപ്പോൾ അവിടെ ഈ നമ്മളെ ഈ വർമ്മയെ പോലെയുള്ളയോ അല്ലെങ്കിൽ നായർ പോലെയുള്ളയോ സ്ഥാനാർത്ഥിയെ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി മാത്രം തന്നെയാണ് ഇത് പ്രശ്നമായി വെച്ചിരിക്കുന്ന കാര്യം. അല്ലാതെ ശക്തനായ സ്ഥാനാർത്ഥി BJPയുടെ കേരളത്തിലെ MPമാർ അവർക്ക് കണ്ടുണ്ടെങ്കിലും നല്ലൊരു സ്ഥാനാർത്ഥി സുരേന്ദ്രനെ പോലെ ആരുണ്ട്? അവിടെ സുരേന്ദ്രൻ സാർ ജയിക്കും, സംശയമൊന്നും വേണ്ട. അതിനാണ് ഇപ്പൊ അവിടെ ഉറപ്പാണ് ആ സീറ്റ്. ആദ്യമായിട്ട് പാർലമെന്റില് ജനാധിപത്യം വോട്ട് നേടിപ്പോകുന്ന ഒരു MPയിലെ സുരേന്ദ്രനായിരിക്കും, സംശയമൊന്നും വേണ്ട. അതിപ്പോ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ ഞാൻ വ്യക്തിപരമായി ഞാൻ കോൺഗ്രസ് അനുഭാവിയാണ്, സ്ഥാനമുള്ള ആളാണ്. പക്ഷേ ഞാൻ പറയുന്നു, അവിടെ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ BJPക്ക് മോദിക്ക് നല്ല ഒരു നേതാവ് കിടന്ന് കിട്ടും. അത് മതി കേരളത്തിൽ തുടർച്ചയായി പോകേണ്ട ഒരു ചാൻസ് ആണ്. അയ്യപ്പനോട് കാണിച്ചതിന്റെ ഈശ്വര ദ്രോഹത്തിനൊടുക്കുന്ന ഏറ്റവും വലിയ കൈനിർത്താനായിരിക്കും സുരേന്ദ്രനോട് നിർത്തിയ ജയിച്ചിരിക്കുന്ന സംശയമൊന്നും വേണ്ട. ശരി, കണ്ണൂരിൽ നിന്ന് ദാസൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ദാസൻ, എന്ത് തോന്നുന്നു? കെ സുരേന്ദ്രനിലേക്ക് തന്നെ കേന്ദ്ര നേതൃത്വം ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ ആ സ്ഥാനാർത്ഥി മതി എന്ന തരത്തിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണോ കരുതുന്നത്, അതോ മറ്റാരെയെങ്കിലും പരിഗണിക്കുമോ? എന്റെ അഭിപ്രായത്തിൽ ഇവർ മൂന്നും അല്ലാതെ നമ്മളെ സുരേഷ് ഗോപി വരെ സാഹചര്യമാണ്. സുരേഷ് ഗോപി ആകുമ്പോൾ ഇവരെ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് സുരേഷ് ഗോപിന്റെ പിന്നിൽ നിൽക്കുകയും ചെയ്യും. ഇവരെ തമ്മിൽ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. ഇപ്പോ രമേശനായിക്കഴിഞ്ഞാൽ സുരേന്ദ്രന്റെ വെറുപ്പ്, സുരേന്ദ്രനായിക്കഴിഞ്ഞാൽ സുരേന്ദ്രപിള്ളക്ക് വെറുപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഏതെങ്കിലും ഒരാളാക്കാൻ പറ്റാതെ. അപ്പോ ഒരു മധ്യസ്ഥക്കാരനായിട്ട് നമ്മുടെ സുരേഷ് ഗോപി വന്നാല് കുറേയേറെ മാറ്റം ഉണ്ടാവും. അങ്ങനെയാണ് ചിലപ്പോൾ BJPക്ക് പിടിച്ചെടുക്കാവുന്ന സാധ്യതയുണ്ട്. കാരണം ഈ ഹിന്ദുക്കളായ വയസ്സായ പെണ്ണുങ്ങളിടയിൽ ഭയങ്കരമായ ഈ ശബരിമല പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും സുരേഷ് ഗോപി വന്നാൽ BJP പിടിച്ചെടുക്കാൻ പറ്റുന്ന എന്റെ അഭിപ്രായം. ശരി, നന്ദി ദാസൻ. പ്രതികരിച്ചതിന് മുഹമ്മദ് റാഫി ചേരുകയാണ്. മുഹമ്മദ് റാഫി, എന്താണ് തോന്നുന്നത്? പത്തനംതിട്ടയിൽ ആരായിരിക്കും BJP സ്ഥാനാർത്ഥി എന്നാണ് പ്രതീക്ഷിക്കുന്നത്? പത്തനംതിട്ടയില് ഈ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഈ ന്യൂസ് 18 കാണുന്നത് ഈ
സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്, കേരളത്തിലേക്ക് BJP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിനെ പറ്റി ഫുൾ ടൈം വാർത്തയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. എന്തോ ഒരു മഹാസംഭവം നടക്കുന്നത് മാതിരിയാണല്ലോ ഇതിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വടകരയിൽ മുരളി വന്നത് ഒരു കേരളത്തിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു മഹാസംഭവമാണ്. അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ വന്നത് ഒരു ശക്തനായ നേതാവാണെന്നുള്ളൊരു ധാരണ പൊതുജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നു, BJP-കളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്തോ ഒരു മഹാസംഭവം സംഭവിക്കുന്നത് പോലെ. ഇത് നമ്മുടെ കേരളത്തില് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഇവിടെ ഒരു വർഗീയമായിട്ടോ ആ വിധത്തിലോ മറ്റോ എന്തെങ്കിലും ചിന്തകളുള്ളവരാണോ നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ? അവർ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർക്കറിയാം ആരെ ജയിപ്പിക്കണം. അതൊരു സ്ഥാനാർത്ഥി മാറിയതുകൊണ്ടോ അതിലിപ്പോ ഈ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ നല്ല വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ളവർ ഏത് സ്ഥാനാർത്ഥി വന്നിരുന്നാലും പത്തനംതിട്ടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പത്തനംതിട്ടയിലുള്ളവർ മൊത്തം ഇതും ഈ ശബരിമലയുടെ ഒറ്റ കാരണം കൊണ്ടാണോ ഇനി അതെന്ത് പത്തനംതിട്ടയിൽ മാത്രം ഒതുങ്ങാവുന്ന ഒരു കാര്യമാണോ ഈ ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ റഫി പ്രതികരിച്ചതിന് എറണാകുളത്ത് നിന്ന് തങ്കച്ചൻ ചേരുകയാണ്. തങ്കച്ചൻ പറഞ്ഞോളൂ, എന്ത് തോന്നുന്നു? പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി ആരാകുമെന്നാണ് കരുതുന്നത്? അത് NSSന്റെ സുകുമാരൻ നായർ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങളായിരിക്കും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അതുകൊണ്ട് ഇവര് സുരേന്ദ്രൻ ഒരു കാരണവശാലും അവിടെ ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് രാജകുടുംബത്തിലെ 2 പേരിൽ ആരെങ്കിലും തീർച്ചയായും അവിടെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതായത് അവിടെയുള്ള സാമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നാണോ? തീർച്ചയായും അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിലിനി ആരെന്ത് പറഞ്ഞാലും ആ സാമുദായികമായിട്ടുള്ള മാത്രമേ അവിടെ സ്ഥാനാർത്ഥി വരുള്ളൂ. ശരി, നന്ദി തങ്കച്ചൻ പ്രതികരിച്ചതിന്. തൃപ്പൂണിത്തുറയിൽ നിന്ന് സുരേഷ് ചേരുകയാണ്. സുരേഷ്, എന്ത് തോന്നുന്നു? പത്തനംതിട്ടയിൽ ആരാകും BJP സ്ഥാനാർത്ഥി? ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഇടത് വലത് കക്ഷികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത്. ഇവിടെ ഒരു സമൂഹത്തിനെ അമർത്തിക്കൊണ്ടാണ് പത്തനംതിട്ടയിലെ ഗവൺമെന്റ് പല കാര്യങ്ങളും ശബരിമലയിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ ഒരു ഉറപ്പ്. അതനുസരിച്ച് ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തി കഴിഞ്ഞാൽ BJPക്ക് ജയിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. ശരി, കൊല്ലത്ത് നിന്ന് സാജൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. സാജൻ, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊന്നും ആയിരിക്കില്ല. ഇനി പ്രഖ്യാപനം വരുമ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്ന ഈ 3 പേരുകളല്ലാതെ പുതിയ ഒരാളായിരിക്കും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവുക എന്ന് തോന്നുന്നുണ്ടോ? അതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അറിയാൻ പറ്റത്തില്ല. എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന അവരുടെ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് സുരേന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് പാർട്ടി കളയരുതെന്നാണ് എന്റെ അഭിപ്രായം. അത് സുരേന്ദ്രനായി കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് പിടിക്കാം എന്ന് കരുതുന്നത് അതവിടെ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ? തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അറസ്റ്റും അതിന്റെ പുറകിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ജനവികാരമുണ്ട് അവിടെ. ശരി, നന്ദി. സാജൻ പ്രതികരിച്ചത്. തളിപ്പറമ്പിൽ നിന്ന് കരുണാകരൻ എന്ന പ്രശ്നം ചേരുന്നു. കരുണാകരൻ, പറഞ്ഞോളൂ, എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത്? പത്തനംതിട്ടയിൽ ആരാകും BJP സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നു? എന്റെ അഭിപ്രായം സുരേന്ദ്ര സാർ ആകണം തന്നെ ഇല്ലത്. എന്താ വെച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഇമേജ് ഉണ്ട്. അതായത് പരമാവധി K സുരേന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിക്ക് വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. അതെ, എന്റെ അഭിപ്രായം തന്നെയാണ്. എന്താ വെച്ചാൽ അയാൾ നമ്മൾ തളിപ്പറമ്പിൽ വന്നിട്ടും എല്ലാം നമ്മൾ കണ്ട് ഇല്ലാന്ന്. നമ്മൾ അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയാളെ പറ്റി നല്ലൊരു അഭിപ്രായമുണ്ട്. ശരി, നന്ദി. കരുണാകരൻ പ്രതികരിച്ചതിന് കോട്ടയത്ത് നിന്ന് പ്രഭാകരൻ ചേരുകയാണ്. പ്രഭാകരൻ, പറഞ്ഞോളൂ, എന്താണ് പ്രതീക്ഷിക്കുന്നത്? പത്തനംതിട്ടയിൽ ഇനി പ്രഖ്യാപനം വരുമ്പോൾ ആരായിരിക്കും BJP സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നു? BDJSന്റെ സ്ഥാനാർത്ഥി തൃശ്ശൂരെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. പത്തനംതിട്ടയിലെ BDJSന് 4 സീറ്റും തുഷാർ വെള്ളാപ്പള്ളിക്ക് തൃശ്ശൂരും കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആയിട്ട് ആ സീറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തൃശ്ശൂർ തുഷാർ ഇല്ലെങ്കിൽ K സുരേന്ദ്രൻ തൃശ്ശൂർ മത്സരിച്ചിട്ട് ശ്രീധരൻപിള്ള പത്തനംതിട്ട മത്സരിക്കും. അതല്ല തുഷാർ വെള്ളാപ്പള്ളിയാണ് BDJSന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ K സുരേന്ദ്രൻ പത്തനംതിട്ട മത്സരിക്കും. ഇത്രയേ ഉള്ളൂ. വേറെ അല്ല വലിയ ഇവിടുത്തെ മാധ്യമങ്ങള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിടുപണി ചെയ്യുന്ന മാധ്യമങ്ങൾ ഇട്ട് അളക്കുന്ന പോലെയുള്ള വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല, ഇതിനകത്തില്ല.
ശരി, നന്ദി പ്രഭാകരൻ പ്രതികരിച്ചതിന്. ഇന്നലെയാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നത്. പത്തനംതിട്ട ഒഴികെയുള്ള 13 സീറ്റുകളിലെ പ്രഖ്യാപനമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതും BJP ആരെയായിരിക്കും പത്തനംതിട്ടയിൽ മത്സരത്തിന് ഇറക്കുക എന്ന് തന്നെയാണ്. മറ്റ് സീറ്റുകളിലെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നും കരുതുന്നുണ്ട്. ആരാകും BJP സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നത്. സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ഉയർന്നു വന്നത്.